നമസ്കാരം. നേർവഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മദ്യപാനവും അതിൻ്റെ അനന്തര ഫലങ്ങളും എന്നുള്ളതാണ്. ആ വിഷയം നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകാൻ വേണ്ടി നല്ലൊരു പാനൽ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്താം. ഡോക്ടർ ജോൺ ജേക്കബ്, അദ്ദേഹം അഗപ്പെ കൗൺസിലിംഗ് ആൻഡ് റീ അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനി കെ ഫിലിപ്പ് മാഡം സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്, മദ്യവിരുദ്ധ സംസ്ഥാന സമരസമിതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാക്കോ മാത്യു സാറ്, അദ്ദേഹം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മുത്തൂറ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ അഡ്വൈസറാണ്. അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിലെ ഒരു പ്രവർത്തകനാണ്. ഡോക്ടർ എ ജെ ജോൺ, അദ്ദേഹം നാക്കട മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈക്കാട്രിസ്റ്റും MDയുമാണ്. അപ്പോൾ തന്നെ ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. സാറിന് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജിമ്മി MC, ഓർത്തോപീഡിക് സർജനാണ്. അതേപോലെ അദ്ദേഹം അസ്ഥിരോഗ വിദഗ്ധരുടെ മുൻ സംസ്ഥാന IT സെക്രട്ടറിയാണ്. സുവിശേഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ കരുണാകരൻ സാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകരെയും ഒരു പ്രാവശ്യം കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം മദ്യപാനം എന്ന് പറയുന്നത് കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവയർനെസ് ഏറ്റവും അത്യാവശ്യമായിരിക്കുകയാണ്. നമ്മുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 3 ഇരട്ടിയിലധികമാണ് കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്ന അളവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലർക്കും പല അഭിപ്രായമാണ് വരുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ എന്ന സാറിൻ്റെ മദ്യപാനം എന്താണ്? മദ്യം എന്ന് പറയുന്നത് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം, അത് ഫെർമെൻറ്റേഷന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. അത് ഷുഗർ കെയിനുണ്ട്, അതുപോലെ പല ധാന്യങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ഫെർമെൻറ്റേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മദ്യം. പക്ഷെങ്കിൽ മദ്യപാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനത്തെ പല രീതിയിൽ വിഭജിക്കാം. വല്ലപ്പോഴും മദ്യം കഴിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ ദിവസവും മദ്യം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നവരുണ്ട്. അതാണ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. അതായത് കുറേ കാലം കഴിയുമ്പോൾ ദിവസവും ആ സമയമാകുമ്പോൾ അല്പം കഴിച്ചിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആ സ്റ്റേജ് മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ശാരീരികമായ അടിമപ്പെടൽ, അതായത് മദ്യം കഴിക്കുന്നില്ല എങ്കിൽ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടായി തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിറയൽ, ഓക്കാനം, ഉറക്കമില്ലായ്മ, ഭീതി, ഇങ്ങനത്തെ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ആ ഒരവസ്ഥയാണ് ശാരീരികമായ അടിമപ്പെടൽ എന്ന് പറയുമ്പോൾ. അത് മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ഒരു പ്രശ്ന വ്യക്തിയായിട്ട് തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ജോലിയിൽ സ്ഥിരമായി പോകുകയില്ല, ജോലി നഷ്ടപ്പെടും, കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ഏത് സാമൂഹ്യ വ്യവസ്ഥിതിയിലും അദ്ദേഹം ഒരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. മാഡം ഇതിനിടെ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. മാഡത്തിന് മദ്യം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം തോന്നുന്നത്? ഡോക്ടർ പറഞ്ഞ ഡെഫിനേഷൻസ് എന്തായാലും ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് മദ്യം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സോഷ്യൽ ഈവിൾ എന്നുള്ള ഒരു ചിന്തയാണ് കടന്നു വരുന്നത്. കാരണം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാകും. നമ്മളിപ്പോൾ സംസാരിച്ച് നിർത്തിയത് കുട്ടികൾ 13ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ ഒരു കുടിയൻ്റെ ശരാശരി പ്രായം 13 വയസ്സാകുന്നു എന്ന് പറയുമ്പം അത് എത്ര കണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ ഗാർഹിക പ്രശ്നങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മദ്യപാനമാണ്. റോഡ് ആക്സിഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മദ്യപാനമാണ്. നമ്മളുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പോലും ക്രിമിനലുകളാകുന്ന ഒരു സാഹചര്യമുണ്ട്. സോ മെനി ഇൻസിഡൻസ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പരിച്ഛേദം പരിശോധിക്കുമ്പം
ഇങ്ങനെയുള്ള ഈ സാംസ്കാരിക തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് മദ്യത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇത് പരിശോധിക്കുമ്പം, കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം പരിശോധിക്കുമ്പം, മദ്യം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ തിന്മ എന്നുള്ളൊരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരേണ്ടുന്നത്. എതിർക്കപ്പെടേണ്ടുന്ന ഒരു സാമൂഹ്യ തിന്മ എന്നുള്ള ചിത്രമാണ്. സാറ് നേരത്തെ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ മാഡം പറഞ്ഞ ഒരു തിന്മയാണെന്ന് നമ്മൾ കാണുമ്പോൾ അങ്ങനെയായിരുന്നു സാറിന് തോന്നിയത്? അന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്? മദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം ഒരു ക്യാൻ ബിയർ കുടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്ര മനോഹരമായ പാനീയം എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചു പോയി എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അത്രമാത്രം ശാരീരിക മാനസികമായിട്ട് എന്നെ ഒരു യൂഫോറിക് ലെവലിൽ അതുകൊണ്ട് എത്തിച്ചു. പക്ഷെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ക്യാൻ ബിയറിൽ നിൽക്കാതെ വന്നു. ആ ഒരു ക്യാൻ ബിയറിൽ കൂടി കിട്ടിയ സന്തോഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് ഡബിൾ ആക്കേണ്ടി വന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബിയർ കുടിച്ച് വയറ് വീർക്കുന്നു, എനിക്കൊന്നും നടക്കുന്നില്ല, പിന്നെ അത് സ്പിരിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ മദ്യത്തിൻ്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തുടങ്ങുമ്പോൾ നല്ലതെന്ന് തോന്നിയെങ്കിലും പിന്നീട് അതൊരു ഇത് ഏതൊരു തിന്മയും ആരംഭത്തിൽ നല്ല രുചിയാണ്, പക്ഷെങ്കിൽ അവസാനം നമ്മളെ അത് വളരെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ട്. അത് എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടി ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ജോലിയൊക്കെ തലച്ചോറിൽ കൂടി ഒഴുകുന്നതും ബ്ലഡിന് പകരം മദ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് റിസൈൻ ചെയ്തിട്ട് നല്ല ജോലി വരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊരിക്കലും ഒരു നന്മയല്ല, അത് തിന്മയാണെന്ന് ഇന്ന് ആരോടും അടിവരയിട്ട് പറയാൻ എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷെങ്കിൽ ആദ്യം ഇത് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ചെറുപ്രായത്തിൽ ആരെങ്കിലും എന്നെപ്പറ്റി ഇതിൻ്റെ തിന്മകളെപ്പറ്റി എനിക്കൊരു പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിലേക്ക് പോവുകയില്ലായിരുന്നു. കാരണം എല്ലാവരും കുടിക്കുന്നു സമൂഹത്തിൽ, അതും പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ തുടങ്ങുന്നത്. കാരണം അവിടെ മദ്യം കുടിക്കുന്ന ആളുകളെ മാന്യന്മാരായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ കുടിക്കാൻ ഇത് തുടങ്ങി. പക്ഷെങ്കിൽ എന്നെ അത് അവസാനം എന്നെ മദ്യം കുടിക്കാൻ തുടങ്ങി. അവിടെയാണ് സാറ് കൗൺസിലിംഗ് ഒക്കെ ഒത്തിരി ഡി അഡിക്ഷൻ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സിന് ഈ മദ്യം എന്ന് പറയുന്നത് എന്താ അവരുടെ ഒരു കാഴ്ചപ്പാട്? ഇത് എങ്ങനെയായിരിക്കും മദ്യം അവർക്ക്? അവര് ജീവിതത്തെ നശിപ്പിക്കുന്ന, ഫാമിലിയെ കെടുത്തുന്ന, അവരുടെ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു വലിയ വിപത്തായിട്ടാണ് അവരതിനെ കാണുന്നത്. അവർക്കത് കണ്ണീരാണ്. കണ്ണീര് വാറ്റിയ സ്പിരിറ്റ് എന്ന് അവർ പറയും. കാരണം അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലമായിട്ട് മാറുന്നു. അതാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് മദ്യം വഹിക്കുന്നു. സാറിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആള്, ഗവൺമെൻറ് ഇത് ഏറ്റവും അതിൻ്റെ നിർത്തൽ ചെയ്യാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ സാറിന് ഇത് മദ്യത്തെ പറ്റി എന്താ പറയാനുള്ളത്? തീർച്ചയായും മാഡം ഇപ്പോൾ പറഞ്ഞ സാറ് ഇതിനൊക്കെ എതിരായി നിൽക്കുന്നു എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എനിക്ക് മുമ്പേ സംസാരിച്ചിരുന്ന മഹത് വ്യക്തികൾ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ തിന്മ തന്നെയാണ്. അത് സർക്കാരും തിരിച്ചറിയുന്നു. സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞാൻ അത് വ്യക്തിപരമായും തിരിച്ചറിയുന്നു, ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കണ്ണുനീരിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ. അതെ, നമ്മുടെ സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞത് മദ്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ പൊള്ളുന്ന കണ്ണീരാണ് എന്നാണ്. അതിൻ്റെ ആ മദ്യപാനത്തിൻ്റെ അല്ലെങ്കിൽ മദ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സാമൂഹ്യമായ മാന്യത അതിന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ കുടുംബം ഇതിൻ്റെ ഒരുതരം പീഡന കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്ന്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും പല കുടുംബങ്ങളും കുടുംബ സദസ്സുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നമ്മളത് അത് കാണാതിരുന്ന് കൂടാ. പല കുടുംബങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആഘോഷ അവസരങ്ങൾ മുഴുവൻ മദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഫാമിലിയിൽ പോലും സ്ത്രീകൾ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു സാമൂഹ്യ മാന്യത നമ്മളതിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് പ്രചരിപ്പിക്കലല്ല, മദ്യം ഒരു സാമൂഹ്യ തിന്മയായി തന്നെ സർക്കാരും തിരിച്ചറിയുന്നു. അത് പക്ഷേ നിയമം വഴി നിരോധിക്കുക എന്നത് പ്രായോഗികം അല്ലാത്തതുകൊണ്ട് സാറിപ്പോൾ കുട്ടികളെ അദ്ദേഹം പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ ആരെങ്കിലും ഇത് ഉപദേശിച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ നിർത്തുമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ എയിം ചെയ്യുന്നത്. ചെറുപ്പക്കാരെ, ചെറിയ യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഘട്ടത്തിലുള്ള കുരുന്നു മനസ്സുകളിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധം ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഒരു പടിപടിയായ ബോധവൽക്കരണത്തിൽ കൂടി ഇത് വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുക.
അതാണ് പ്രാവർത്തികമായിട്ടുള്ളത് എന്ന് തന്നെ ഞാൻ കരുതുന്നു. സാർ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് അത് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗം അതാണ്. സർക്കാർ അത് നടപ്പിലാക്കി വരുന്നുണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എന്നെ പോലെ ഒരുപാട് ജീവനക്കാർ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർ ജിമ്മി, ഡോക്ടറിനും പറയാം, മദ്യം എന്നൊക്കെ ആകുമ്പോൾ സാർ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, സുവിശേഷൻ എന്നൊക്കെയുള്ള ഒരു നിലയിൽ മദ്യം സാറിന് എന്താ ആദ്യം തോന്നുന്നത് അത് കേൾക്കുമ്പോൾ? മദ്യം ഒരു സാമൂഹ്യ ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ കെമിക്കലായിട്ട് മദ്യം കാർബണും നൈട്രജനും ഓക്സിജനും ചേർന്നതാണ്. അതുപോലെ തന്നെ ഏകദേശം 50,000-ഓളം മദ്യഷാപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 3 ഇരട്ടിയാണ് ഇന്ത്യൻ നിരക്കിനേക്കാൾ മദ്യപാനത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു. റോഡപകടങ്ങളുടെ നിരക്ക് ഇന്ത്യയിൽ മറ്റു വിദേശ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. കേരളത്തിൽ അതിൻ്റെ 2 ഇരട്ടിയാണ് നിരക്ക്. ഏകദേശം 8 പേരോളം ഓരോ ദിവസവും റോഡപകടങ്ങൾ മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യപാന റോഡപകടങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 50% റോഡപകടങ്ങളും മദ്യപാനം മൂലമാണ് ഉണ്ടാകുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചെറിയ അളവിൽ മദ്യം കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, 1 പെഗ്ഗല്ലേ 2 പെഗ്ഗല്ലേ എന്നെല്ലാമാണ്. പക്ഷേ 1 പെഗ്ഗ് കഴിച്ചാലും നമ്മുടെ കാഴ്ചയും കേൾവിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ശരീരത്തിൻ്റെ ബലവും മറ്റു കാര്യങ്ങളും എല്ലാം കുറയും. അതുകൊണ്ട് അപകടങ്ങളുണ്ടാകാം. ശരീരത്തിൽ മദ്യത്തിൻ്റെ അളവ് കൂടും തോറും ഈ റോഡപകടങ്ങളുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ നിയമപ്രകാരമുള്ള രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് 0.05 mg% ആണ്. പക്ഷേ ഈ 0.05 mg% ചെന്നാലും നമ്മൾ അപകടത്തിൽ പെടാം. സാറ് മദ്യപാനം ഒരു രോഗമാണ്, മദ്യപാനം ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കണമെന്ന് പറയാറുണ്ടല്ലോ, അത് ശരിയാണോ? നമ്മുടെ WHO മദ്യത്തിൻ്റെ അടിമപ്പെടലിനെ ഒരു രോഗമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ സൈക്കാട്രിക് ക്ലാസിഫിക്കേഷനിൽ മദ്യത്തിന് അടിമകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അതിന് പ്രത്യേക ചികിത്സാ വിധികൾ തന്നെ ഉണ്ട്. കാരണം ഈ നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ മദ്യം ആദ്യം കഴിക്കുമ്പോൾ ഇപ്പം സാറ് 1 കുപ്പി ബിയർ തുടങ്ങിയെങ്കിൽ 10 ദിവസം കഴിച്ച് കഴിയുമ്പോൾ ഈ 1 കുപ്പി ബിയർ കഴിച്ചാൽ ആദ്യത്തെ ദിവസം കഴിച്ച ആ സുഖാനുഭൂതി ലഭിക്കാതെ വരുമ്പോൾ അത് 2 കുപ്പിയാകും 3 കുപ്പിയാകും. അതിന് ഞങ്ങൾ മെഡിക്കൽ ടൈം പറഞ്ഞ ടോളറൻസ് ഡെവലപ്പ് ചെയ്യും, മനസ്സിലാക്കും. പിന്നെ 1 കുപ്പി സ്പിരിറ്റ് അല്ലെങ്കിൽ വിസ്കി കഴിച്ചുകൊണ്ടിരുന്നവർക്ക് അത് 2 കുപ്പി വേണ്ടി വരും, 3 കുപ്പി വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് വളരെ ദോഷകരമായ രീതിയിൽ നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്നു. ബ്രെയിനെ മാത്രമല്ല എല്ലാ ശരീര അവയവങ്ങളെയും ബാധിക്കുന്നു, നശിപ്പിക്കുന്നു. ഒരു കമൻ്റ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ആസക്തിയും മദ്യപാനവും തമ്മിൽ വേർതിരിച്ച് കാണണം. ആസക്തിയാണ് രോഗം എന്ന് പറയുന്നത്, മദ്യ ഉപയോഗത്തെ അല്ല. അത് ഒരു ഹാബിറ്റാണ്. അതിനെ എങ്ങനെ അത് ധാർമ്മികമാണോ അല്ലയോ എന്നൊക്കെ ആ നിലയിലാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ ചിലരെന്തുകൊണ്ടും അതിന് അടിമകളായിപ്പോയി അവരെയാണ് മെഡിക്കൽ സയൻസ് അതിനെ രോഗമായിട്ട് കണക്കാക്കുകയും അതായത് അവർക്ക് നിർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അല്ലേ? അങ്ങനെ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ ഈ എൻ്റെ ചികിത്സാ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്, ഈ കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ ഫീൽഡിലായിട്ട്, ഒരു 18-20 വർഷം മുമ്പേ എൻ്റെ അടുക്ക വന്ന ആൽക്കഹോളിക് ക്ലയൻസിൻ്റെ ഒരു ശരാശരി ഏജ് ഡോക്ടർ നോട്ട് ചെയ്ത് കാണും, ഒരു 55-ൽ മുകളിലുള്ളവരായിരുന്നു. എൻ്റെ ഒരു 15 വർഷം മുമ്പേ വന്നിട്ടുള്ള ഒരു ശരാശരി ഏജ് എബോവ് 55 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനകം എൻ്റെ അടുക്കൽ വരുന്ന ക്ലയൻസിൻ്റെ ഒരു ശരാശരി ഏജ് 25-30. ഈവൻ 25 കുറഞ്ഞ ഒരു പ്രാവശ്യം സെൻറ്ററിൽ കിടന്ന് 8 പേരും കല്യാണം കഴിച്ചവരല്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റാൽ മദ്യമില്ലെങ്കിൽ വിറയ്ക്കുന്ന സ്റ്റേജിൽ 25 വയസ്സിൽ തന്നെ എത്തുന്നു. ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു ആരോഗ്യ പ്രശ്നം. മാൻ പവർ ആണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. അതിലെ യൗവനം ഈ നിലയിൽ ഈ പ്രായത്തിലെ രോഗാവസ്ഥയിലായാൽ ഇന്ത്യയുടെ ഭാവി തന്നെ ഒരു ദുരന്തത്തിലാകുന്ന സ്റ്റേജുണ്ട്. സാർ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ
ഈ പ്രായം കുറഞ്ഞു വരികയാണ്. അതായത് 2004 19 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവർ മദ്യം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 14 15 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എതിരായിട്ട് ഞാൻ സ്കൂളുകളിൽ അവയർനെസ് സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ അപ്പർ പ്രൈമറി ഹൈസ്കൂൾ കുട്ടികൾക്കായി സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. സാമൂഹ്യ വൈദ്യാധിര സ്വയം സന്നദ്ധ പരിശീലന സെമിനാറുകളും മറ്റു തരത്തിലുള്ള ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾക്കെതിരായ സെമിനാറുകളും സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ US അതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിൽ ടീനേജ് പ്രഗ്നൻസികൾ, സൂയിസൈഡുകൾ ഇതെല്ലാം മദ്യപാനം മൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡ് ആക്സിഡൻറ്റ്സ് അവിടെ ടീനേജേഴ്സിനിടയിലാണ് ഏറ്റവും കൂടുതലായി US നടക്കുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, സ്കൂളിൽ നിന്നും അവർ പഠിപ്പിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ ഡ്രോപ്പ് ഔട്ടായി പോവുക, അതുപോലെ തന്നെ മെമ്മറി കുറവ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളും കാണാറുണ്ട്. സാമ്പത്തിക മേഖലയെയാണ് മദ്യപാനം പ്രധാനമായി ആക്രമിക്കുന്ന ഇത്. ഏകദേശം 10,000 കോടി രൂപയോളം കേരളത്തിൽ മദ്യപാനത്തിനായി ചെലവാക്കുന്നതെന്നാണ് കണക്ക്. ഒരാൾ ഒരു ദിവസം 100 രൂപ വെച്ചിട്ട് മദ്യപാനത്തിന് കൊടുക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 3,65,000 രൂപ ചെലവാക്കണം. ഈ 3,65,000 രൂപ കൊണ്ട് അയാൾക്ക് തൻ്റെ മകളെ വേണമെങ്കിൽ BSc നേഴ്സിങ്ങിനോ അതുപോലെ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല കോഴ്സുകൾക്ക് വിട്ട് അവരെ പഠിപ്പിക്കാം. നാം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പൈസ ഈ മദ്യപാനത്തിനായി ചെലവാക്കി മദ്യമുതലാളിമാരെയോ മറ്റുള്ളവരെയോ ഉയർപ്പിച്ച് ഇട്ട് യാതൊരു കാര്യവുമില്ല. അവർ വലിയ ബംഗ്ലാവുകളും ഫോറിൻ കാറുകളിലും വിലസുമ്പോൾ മദ്യപാനിയുടെ മക്കൾ പഠിക്കാൻ ഫീസില്ലാതെ, പോഷകാഹാരങ്ങളില്ലാതെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ദൃശ്യം. നമ്മുടെ എനിക്ക് വരുന്ന ഒത്തിരി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ എൻ്റെ ക്ലയൻസ് ആയിട്ടുണ്ട്. അവരെ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂലി കൂടുതലാണല്ലോ. 300 ഇപ്പോൾ ഒരു ഗവൺമെൻറ് മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി ഇവിടുത്തെ കേരളത്തിലെ ശമ്പളം